Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം, നാലാം സമ്മാനം, അഞ്ചാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 4 EVS എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി അല്ലേ? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ഇന്ത്യയെ അറിയാൻ. താഴെ കൊടുത്തവയിൽ ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആരാണ്? നിങ്ങൾക്ക് അറിയാലോ, ആൻസർ അറിയാലോ. യെസ്, ഫ്രീഡം ഫൈറ്റർ നോൺ as ലോകമാന്യ. ലോകമാന്യ എന്നറിയപ്പെടുന്ന ഫ്രീഡം ഫൈറ്റർ. ഹു ഈസ് ദ ഫ്രീഡം ഫൈറ്റർ നോൺ as ലോകമാന്യ? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് ആൻസർ. സെക്കൻഡ്, കൺസെപ്റ്റ് മാപ്പ് പൂർത്തിയാക്കാനാണ്, കംപ്ലീറ്റ് ചെയ്യാനാണ്. തമിഴ്നാട്. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈ. ആൻസർ ചെന്നൈ. നെക്സ്റ്റ്, ഭാഷ തമിഴ്. തമിഴ് ഭാഷയാണ് തമിഴ്. കലാരൂപം ഭരതനാട്യം. എന്താണ്? ഭരതനാട്യമാണ് കലാരൂപം. എഴുതിയല്ലോ? യെസ്. I'll see question. ബാംഗ്ലൂരു തലസ്ഥാനമായ കേരളത്തിന്റെ അയൽ സംസ്ഥാനം ഏതാണ്? കർണാടക. കർണാടക. ഭൂമിയുടെ ചലനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ആശയപടം പൂർത്തിയാക്കൂ. ഇവിടെ റൊട്ടേഷൻ, ഭ്രമണം, റൊട്ടേഷൻ ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താ വരിക? പരിക്രമണം എന്ന് പറഞ്ഞാല് റെവല്യൂഷൻ. റെവല്യൂഷൻ ആണ് ഇവിടെ വരിക. പരിക്രമണം. ഓക്കെ, ഇനി റൊട്ടേഷൻ എന്തൊക്കെയാ വരിക? റൊട്ടേഷൻ എന്തൊക്കെയാ വരിക? ഇവിടെ ഋതുക്കൾ ഉണ്ടാകാൻ കാരണമാകുന്നു. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവാൻ കാരണമാകുന്നത്? ഡേ ആൻഡ് നൈറ്റ്, പകലും രാത്രിയും ഉണ്ടാകാൻ കാരണമാകുന്നു. ഡേ ആൻഡ് നൈറ്റ്. ഇനി എത്ര 24 hours ആണ് റൊട്ടേഷനിൽ വരുന്നത്. ഇവിടെ റെവല്യൂഷനിൽ ഋതുക്കൾ ഉണ്ടാകാൻ കാരണമാകുന്നു. 365 ദിവസം, 365 ദിവസം, ഒരു വർഷമാണ് ഇവിടെ റെവല്യൂഷനിൽ വരുന്നത്. ഇനി എന്താ വേറെ എന്താ വരിക? ഇത് സ്വന്തം ആക്സിസിലാണോ കറങ്ങുന്നത്? ഇല്ല. പരിക്രമണം എങ്ങനെയാ? ഭൂമി സ്വയം കറങ്ങുന്നതാണ് റൊട്ടേഷൻ. ഇതിലെങ്ങനെയാ വരിക? ഭൂമി എന്തിനെ കറങ്ങുന്നു? എന്തിനെയാ കറങ്ങുക? ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. എന്താ വരിക? ഭൂമി സണ്ണിനെ റെവല്യൂട്ട് ചെയ്യാണ്. സണ്ണിനെ റൊട്ടേറ്റ് ചെയ്യാണ്. സണ്ണിനെ ചുറ്റിയാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. അതാണ് റൊട്ടേഷനും റെവല്യൂഷനും.
താഴെ കൊടുത്തിരിക്കുന്ന ഗ്രഹങ്ങളെ സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമത്തിൽ എഴുതുക. സൂര്യനിൽ നിന്ന് ക്രമത്തിൽ എഴുതുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? ബുധൻ. ആദ്യം വരുന്നത് ഏതാണ്? ബുധനാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ മെർക്കുറി, ബുധൻ. രണ്ടാമത് വരുന്നത് ഏതാ? എർത്ത്, ഭൂമി. രണ്ടാമത് വരുന്നത് എർത്ത്, ഭൂമി. മൂന്നാമത് വരുന്നത് ഏതാ? മൂന്നാമത് വരുന്നത് വ്യാഴം, ജൂപ്പിറ്റർ. മൂന്നാമത് വരുന്നത് വ്യാഴം, ജൂപ്പിറ്റർ. നാലാമത് വരുന്നത് ഏതാ? യുറാനസ്. നാലാമത് വരുന്നത് യുറാനസ്. മെർക്കുറി, എർത്ത്, ജൂപ്പിറ്റർ, യുറാനസ്. ബുധൻ, ഭൂമി, വ്യാഴം, യുറാനസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ ഡേ ആൻഡ് നൈറ്റ്, പകലും രാത്രിയും. ഇവിടെ 24 hours. ഇവിടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇവിടെ പരിക്രമണം, റിവല്യൂഷൻ. ഓക്കെ. സി ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തേത്, സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. പ്ലാനറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് സർക്കിൾ ദ സൺ. യെസ്, കറക്റ്റ് ആണ്. എ ശരിയാണ്. സൂര്യനോട് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് യുറാനസ്. ശരിയാണോ? നോ, തെറ്റാണ്. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശ വസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ. യെസ്, ശരിയാണ്. സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് സർക്കിൾ പ്ലാനറ്റ്സ്. ഓക്കെ, ഏറ്റവും ചെറിയ ഗ്രഹമാണ് ചൊവ്വ. തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് എയും സിയും. അപ്പോൾ 2 ആണ്, ഓപ്ഷൻ 2 ആണ് ശരി. എയും സിയും ആണ് ശരി. പൗർണമി ദിനത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ സ്ഥാനം വരച്ചു ചേർക്കുക. ഫുൾ മൂൺ എങ്ങനെയായിരിക്കും പൗർണമി? ഫുൾ മൂണില് ഇവിടെ എന്ത് വരും? സൺ വരും. ഇവിടെ എർത്ത് വരും. ഇവിടെ മൂൺ വരും. അങ്ങനെ തന്നെയാണോ നിങ്ങൾ വരച്ചത്? സൺ, എർത്ത്, മൂൺ. ഈ ഒരു രീതിയിൽ തന്നെയാണോ വരച്ചേ? ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ വായിച്ച് ശരിയായവയ്ക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക. കലണ്ടറിൽ കൊല്ലവർഷം, ഹിജ്റ വർഷം എന്നിവ മാത്രമാണ് ഉണ്ടാവുക. only കൊല്ലവർഷം and ഹിജ്റ വർഷം are in a calendar? No. ഇംഗ്ലീഷ് കലണ്ടറിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് വിളിക്കും. ദ ഇംഗ്ലീഷ് കലണ്ടർ is also called the Gregorian calendar. യെസ്, കറക്റ്റ് ആണ്. ആദ്യത്തെ മലയാള മാസമാണ് ചിങ്ങം. ചിങ്ങം is the first Malayalam month? യെസ്. കൊല്ലവർഷത്തിലെ മറ്റൊരു പേരാണ് ഹിജ്റ വർഷം. ഹിജ്റ വർഷം is another name for കൊല്ലവർഷം? നോ. അപ്പോൾ 2ഉം 3ഉം. ഓക്കെ, അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 3 ആണ്. ദിക്കറിയാം. ഡയറക്ഷൻസ് ആണ്. ആനമല GLP സ്കൂളിൽ 4ാം ക്ലാസ്സുകാർ നിർമ്മിച്ച പൂന്തോട്ടം. കുളമുണ്ട്. കുളത്തിന്റെ 4 ചുറ്റും ചെടികളുണ്ട്. നമുക്കറിയാം മുകളിലോട്ടുള്ളത് നോർത്താണ്. മുകളിലോട്ട് പോകുന്നത് നോർത്താണ്. താഴോട്ട് വരുന്നത് സൗത്ത് ആണ്. ലെഫ്റ്റിലോട്ട് പോകുന്നത് വെസ്റ്റ് ആണ്. റൈറ്റിലോട്ട് പോകുന്നത് ഈസ്റ്റ് ആണ്. ഇവിടെ എന്താ വരിക? സൗത്ത് വെസ്റ്റ് ആണ് വരിക. ഇവിടെ സൗത്ത് ഈസ്റ്റ് ആണ് വരിക. ഇവിടെ നോർത്ത് ഈസ്റ്റ് വരും. ഇവിടെ നോർത്ത് വെസ്റ്റ് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കുളത്തിന്റെ ഏത് ദിശയിലാണ് ജമന്തി? കുളത്തിന്റെ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ജമന്തി? ജമന്തി. യെസ്, വെസ്റ്റ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വെസ്റ്റ്. ഡാലിയയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെടി. വിച്ച് ഫ്ലവർ ഈസ് ദ വെസ്റ്റ് ടു ഡാലിയ? ഡാലിയയുടെ പടിഞ്ഞാറ് ഭാഗം, ഈ ഭാഗം, വെസ്റ്റ് ഭാഗം, റോസ്. ഓക്കെ. കുളത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെടി. കുളത്തിന്റെ തെക്ക് പടിഞ്ഞാറ്, ജാസ്മിൻ, മുല്ല. ചെമ്പരത്തി കുളത്തിന്റെ ഏത് ദിശയിലാണ്? ചെമ്പരത്തി ഇതാണ്. അപ്പോ നോർത്ത് ഈസ്റ്റ്. തുളസിയുടെ തെക്ക് ഭാഗത്തുള്ള ചെടി ഏത്? തുളസിയുടെ തെക്ക് ഭാഗം, ചെണ്ടുമല്ലി. ഓക്കെ, തുളസിയുടെ തെക്ക് ഭാഗത്ത് എന്താണ് വരുന്നത്? ചെണ്ടുമല്ലി. ഇനി നമുക്ക് എഴുതാം. കുളത്തിന്റെ ഏത് ദിശയിലാണ് ജമന്തി? കുളത്തിന്റെ ഏത് ദിശയിലാണ്? നോർത്ത് വെസ്റ്റ് ആണ് അല്ലേ? ഫസ്റ്റ് ജമന്തി നോർത്ത് വെസ്റ്റ് ആണ്. ജമന്തി നോക്കിയേ, ജമന്തി എവിടെയാണ്? വെസ്റ്റ് ആണ്. നോർത്ത് വെസ്റ്റ് അല്ല, വെസ്റ്റ് ആണ്. ജമന്തി എവിടെയാണ്? വെസ്റ്റ് ആണ്. ഇപ്പൊ വെസ്റ്റ്, പടിഞ്ഞാറ്. ഡാലിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെടി ഏതായിരുന്നു? റോസ്. കുളത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം, അതെ, സൗത്ത് വെസ്റ്റിൽ എന്തായിരുന്നു? ജാസ്മിൻ, മുല്ലയായിരുന്നു. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ചെമ്പരത്തി? ചെമ്പരത്തി ഏത് സൈഡായിരുന്നു?
നോർത്ത് ഈസ്റ്റ് ആയിരുന്നു, വടക്ക് കിഴക്കായിരുന്നു. ഇനി തുളസി, വിച്ച് പ്ലാനറ്റ് ഈസ് ടു ദ സൗത്ത് ഓഫ് തുളസി? തുളസിയുടെ ഏത് ദിശയിലായിരുന്നു? തുളസിയുടെ സൗത്ത് വെസ്റ്റ്, സൗത്ത് ഏതായിരുന്നു? സൗത്ത് ചെണ്ടുമല്ലി, ചെണ്ടുമല്ലിയായിരുന്നു. ഓക്കെ, ചെണ്ടുമല്ലി. ഇതായിരുന്നു ദിക്കറിയാം എന്നതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. പ്രവർത്തനം 4, നമ്മുടെ പഞ്ചായത്ത് ഒരു പ്രദേശത്തെ കെട്ടിടങ്ങൾക്ക് നമ്പർ അനുവദിക്കുന്ന താഴെ പറയുന്ന ഏത് സ്ഥാപനമാണ്? പഞ്ചായത്ത് ഓഫീസാണ് നമ്പർ അനുവദിക്കുക കേട്ടോ, പഞ്ചായത്ത് ഓഫീസ്. അടുത്ത പട്ടിക പൂർത്തിയാക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണത്തലവനാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ ഹെഡും. പഞ്ചായത്തിൻ്റെ ആരാണ്? പ്രസിഡന്റ് ആണ്. പഞ്ചായത്തിന്റെ ആരാണ്? പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇനി ചെയർപേഴ്സൺ ആരുടെയാണ്? മുനിസിപ്പാലിറ്റി. ചെയർപേഴ്സൺ ആർക്കാണ്? മുനിസിപ്പാലിറ്റി ആണ് ചെയർപേഴ്സൺ. മുനിസിപ്പൽ കോർപ്പറേഷൻ ആരാണ്? മേയർ. മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ. ഒരു വാർഡിന്റെ പരിധിയിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രദേശത്തിന്റെ പൊതുവായ ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടായ്മ. പീപ്പിൾസ് ഗാദറിംഗ് ടു ഡിസ്കസ് വാട്ട് നീഡ്സ് എന്താണ്? എവിടെ എന്താ പറയുന്നത്? ഗ്രാമസഭ. എന്താ പറയുന്നത്? ഗ്രാമസഭ എന്നാണ് അതിന് പറയുന്നത്, ഗ്രാമസഭ. 4B ക്വസ്റ്റ്യൻ. ജോലി ചെയ്യാൻ എടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കി താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളെ തരംതിരിക്കുക. ഉപകരണങ്ങൾ: ജോലി സമയം കൂടുതൽ വേണ്ടി വരുന്നവ, ജോലി സമയം കുറവ് വേണ്ടി വരുന്നവ. ജോലി സമയം കൂടുതൽ വേണ്ടി വരുന്നത് എന്തിനൊക്കെയാണ്? വിറകടുപ്പ്, ഫയർവുഡ് സ്റ്റൗവിന് നമുക്ക് കൂടുതൽ സമയം വേണം. ഫയർവുഡ് സ്റ്റൗ, വിറകടുപ്പ്. ഇനി അമ്മിക്കല്ല്, ഗ്രൈൻഡിങ് സ്റ്റോണിനും നമുക്ക് സമയം കൂടുതൽ വേണം. ഓക്കെ. ജോലി സമയം കുറവ് വേണ്ടി വരുന്നത് എന്തിനൊക്കെയാണ്? ഒന്ന് ഗ്യാസ് അടുപ്പ്, ഗ്യാസ് സ്റ്റൗവിന് കുറച്ച് സമയം മതി. മിക്സർ ഗ്രൈൻഡറിന് കുറച്ച് സമയം മതി. ഓക്കെ. ഏറെ പ്രയോജനകരമായ ഉപകരണമാണല്ലോ സ്മാർട്ട് ഫോൺ. ചിലപ്പോൾ ഇവയുടെ ഉപയോഗം ദോഷകരവുമാകാം. ദോഷഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 3 മുൻകരുതലുകൾ എഴുതുക. ഇതായിരുന്നു അടുത്ത ചോദ്യം. 3 മുൻകരുതലുകൾ എഴുതുക എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. എല്ലാവരും എഴുതിയായിരുന്നോ? ഫോൺ ഉപയോഗത്തിന്റെ 3 കാര്യങ്ങൾ എഴുതിയായിരുന്നോ? സമയ നിയന്ത്രണം ആവശ്യമാണ്. ഗെയിമുകളും മറ്റും സ്ഥിരമായി കളിക്കുന്നത് ഒഴിവാക്കണം. പിന്നെ ഉറക്കത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നത് കൊണ്ട് ഫോൺ അധികമായി ഉപയോഗിക്കരുത്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ എഴുതാം. പ്രവർത്തനം 5 ഭൂപട നിരീക്ഷണമാണ്, മാപ്പ് ഒബ്സർവേഷൻ ആണ്. വയനാട്ടിലെ എടവക ഗ്രാമപഞ്ചായത്തിന്റെ ഭൂപടമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഭൂപടം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ സ്കൂളിന്റെ പിക്ചർ കണ്ടല്ലോ. ഹെൽത്ത് സെന്റർ, പഞ്ചായത്ത് ഓഫീസ്, പുഴ, നെൽവയൽ. അപ്പോൾ ഇതില് ചോദിക്കുന്ന ചോദ്യങ്ങൾ ടോട്ടൽ എത്ര വാർഡ്സ് ഉണ്ട്? ഇവിടെ എത്രയുണ്ട്? 21 ആണ് കേട്ടോ. ടോട്ടൽ എത്രയുണ്ട്? 21. കണ്ടായിരുന്നല്ലോ, 21 വാർഡുകളാണ് ഉള്ളത്, 1 മുതൽ 21 വരെ. ഇനി ഏതൊക്കെ പഞ്ചായത്ത് വഴിയാണ്, ഏതൊക്കെ വാർഡിൽ കൂടെയാണ് നദി ഒഴുകുന്നത്? 1 നദിയുണ്ട്. ഇതാണ് നദിയുടെ സിമ്പൽ. അപ്പൊ 1 നദിയുണ്ട്, 3 4 1 3 4. അടുത്ത് വരുന്നത് പഞ്ചായത്ത് ഓഫീസ് വരുന്നത് എവിടാണ്? പഞ്ചായത്ത് ഓഫീസിന്റെ സിമ്പൽ ഇതാണ്. പഞ്ചായത്ത് ഓഫീസ് വരുന്നത് 18. എവിടാണ്? 18 പഞ്ചായത്ത് ഓഫീസ് വരുന്നുണ്ട്. 16, 17, 18, 19. ഇപ്പൊ 18 പഞ്ചായത്ത് ഓഫീസ് വരുന്നത്. അപ്പൊ ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഒന്നാമത്തത് എത്ര ഗ്രാമപഞ്ചായത്തിൽ എത്ര വാർഡുകൾ ഉണ്ട്? 21 വാർഡുകൾ. 1, 3, 4 കൂടെ പുഴ ഒഴുകുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഏത് വാർഡിലാണ്? 18. ഇനി നദിയും കായലും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതുക എന്നതായിരുന്നു. ഇവിടെ നദി എന്ന് പറഞ്ഞാൽ ഫ്ലോ ആണ്, ഒഴുകുന്നു, ഫ്ലോയിങ് വാട്ടർ ആണ്. ഇതെന്താണ്? പരന്നു കിടക്കുകയാണ്, കായൽ പരന്നു കിടക്കുകയാണ്. ഇനി ഇവിടെ ശുദ്ധജലമാണ്, ഫ്രഷ് വാട്ടർ ആണ്, ശുദ്ധജലമാണ്.
ശുദ്ധജലം. ഇവിടെയോ സോൾട്ട് വാട്ടർ ആണ്, ഉപ്പുവെള്ളമാണ്. കായലിൽ ഉപ്പുവെള്ളമാണ്. ഇതാണ് ഇവിടെ വരിക. കടലിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഉപ്പിന്റെ രുചിയായിരിക്കും. ഇത് നമുക്ക് അല്ലാതെ എഴുതാം, രണ്ടും കടലിനോട് ചേർന്ന് കിടക്കുന്ന, ഇത് കടലിലേക്കാണ് ഈ നദി ഒഴുകി ചേരുന്നത്. അതൊക്കെ നമുക്ക് മലയിൽ നിന്നാണ് കായലിന്റെ വെള്ളം വരുന്നത്. ഇതൊക്കെ നമുക്ക് ചേർത്തിട്ട് എഴുതാം. ഇന്നൊക്കെ വേറെയും കാര്യങ്ങൾ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ 4ാം ക്ലാസ്സിന്റെ EVS ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സ് ഒക്കെ നല്ലതുപോലെ എഴുതിയില്ലേ? യെസ്. അപ്പൊ ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മുടെ ആനുവൽ സ്കോളർ എക്സാം ഓർമ്മിക്കുക, എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കുക കേട്ടോ, പ്രൈസ് മേടിക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സേരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സേരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സേരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.